ഹലോ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് ആയിരിക്കുമോ ഗുഡ് ആഫ്റ്റർനൂൺ ആയിരിക്കുമോ എന്നറിയില്ല, എങ്കിലും നമ്മൾ ഇന്ന് പുതിയൊരു കാര്യം പഠിക്കാൻ പോകണം. ഇനിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടി നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലോട്ടേക്ക് പോകാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പുകളൊക്കെ ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ നടത്തേണ്ടതുണ്ട്. കാരണം ഇനി ആകെ 4 മാസം കൂടിയേ ഉള്ളൂ. ഇനി ഇത് എക്സാം വരാൻ പോകുന്നു, പിന്നെ 10 മാസം ലീവ്, അത് കഴിഞ്ഞാൽ ഒരു എക്സാം ആനുവൽ എക്സാം മാത്രമേ ഉള്ളൂ. സോ പഠിക്കേണ്ടതിന് ടൈം ടേബിളും സ്കെഡ്യൂളുകളും ഞാൻ ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. സോ യു ഷുഡ് ഫോളോ ദിസ് ടൈം ടേബിൾസ്. അതിനുശേഷം നമ്മൾ എടുക്കുന്ന, അല്ലെങ്കിൽ ഇനി നമ്മൾ എടുക്കുന്ന ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ കാര്യമായിട്ട് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മുടെ കൺവേർഷൻസും കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചാപ്റ്ററാണ് ഇനിയുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺവേർഷൻസ്, അതായത് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റീസ്, ഇപ്പം മില്ലിമീറ്റർ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, കിലോഗ്രാം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, ഗ്രാം, മില്ലി ലിറ്റർ, ലിറ്റർ, ഇതേപോലെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള അറിയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ക്വാണ്ടിറ്റീസ് ഒക്കെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് അടുത്ത ക്വാണ്ടിറ്റിയിലോട്ടേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഈ വീഡിയോയുടെ ഫണ്ടമെന്റൽ പാർട്ട്, ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ക്ലാസ്സിൽ എഴുതി തന്നതാണ്, അത് വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഉദാഹരണമായിട്ട് നമുക്കറിയാം, മില്ലിമീറ്ററിലുള്ള ഒരു ക്വാണ്ടിറ്റിയെ സെൻറ്റിമീറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 10 കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് നമുക്കറിയാം. 10 കൊണ്ട് ഹരിച്ചാൽ മതി, ഗുണിക്കലല്ല, ഹരിച്ചാൽ മതി. വലിയ ക്വാണ്ടിറ്റി അല്ലേ, 10 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, 10 കൊണ്ട് ഹരിച്ചാൽ മതി. ഉദാഹരണത്തിന് 5 മില്ലിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ 5നെ 10 കൊണ്ട് ഹരിക്കണം, അത്രയും സെൻറ്റിമീറ്റർ ആയിരിക്കും. വേറൊരു ഉദാഹരണം പറയാം. കിലോഗ്രാമിലുള്ള ക്വാണ്ടിറ്റിയെ ഗ്രാമിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് ഗുണിക്കണം, 1000 കൊണ്ട് ഗുണിക്കണം. ഉദാഹരണം പറയാം, 5 കിലോഗ്രാം, 5 കിലോ, കെ ഉണ്ട്, 5 കിലോഗ്രാം എന്ന് വെച്ചാൽ ഡാഷ് ഗ്രാം ആണ്. എത്ര ഗ്രാം ആണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഞാൻ പറഞ്ഞു 5 ഗുണിക്കണം 1000, എത്രയാണ്? 5000 ഗ്രാം ആണ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ലിറ്ററിലുള്ള ഒരു ക്വാണ്ടിറ്റിയെ മില്ലി ലിറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് ഗുണിക്കണം. ഉദാഹരണം എടുക്കാം. 5 ലിറ്റർ എന്ന് വെച്ചാൽ എത്ര മില്ലി ലിറ്റർ ആണ് എന്ന് ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ലിറ്ററിനെ മില്ലി ലിറ്ററിലോട്ടേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 5 അല്ലേ ഉള്ളത്, അപ്പൊ 5 ഗുണിക്കണം 1000, എത്രയാണ്? 5000 മില്ലി ലിറ്റർ എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഗ്രാമിലുള്ള ഒരു ക്വാണ്ടിറ്റിയെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഹരിക്കണം, ഡിവൈഡഡ് ബൈ 1000 ആണ്. ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. എക്സാമ്പിൾ എന്താ എടുക്കുക? 2000 ഗ്രാം എന്ന് വെച്ചാൽ എത്ര കിലോഗ്രാം ആണ് എന്ന് ചോദിക്കാം. അപ്പോൾ 2000നെ എത്ര കൊണ്ട് ഹരിക്കണം? 1000 കൊണ്ട് ഹരിക്കണം. 2000നെ 1000 കൊണ്ട് എങ്ങനെ ഹരിക്കുക? 2000 ഹരിക്കണം 1000. ഈ 0 ക്യാൻസൽ, ഈ 0 ക്യാൻസൽ, ഈ രണ്ടും ക്യാൻസൽ ആയി. 2/1, 2/1 എന്ന് വെച്ചാൽ 2 തന്നെയല്ലേ? അപ്പൊ ഇതിന്റെ കൺവേർഷൻസ് ഞാൻ നോട്ടിലേക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ആ കൺവേർഷൻസ് എല്ലാം കുത്തിയിരുന്ന് ബൈഹാർട്ട് പഠിക്കണം. ബൈഹാർട്ട് പഠിക്കണം നിർബന്ധമില്ല, അതിൻ്റെ ഓരോ ക്വാണ്ടിറ്റിൻ്റെയും കൺവേർഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്താൽ മതി? അറിഞ്ഞാൽ മതി. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് 1 കിലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ഗ്രാം ആണ്. 1 ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. 1 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ എന്താ? 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 10 മില്ലിമീറ്റർ ആണ്. ഇത്തരം കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് കൃത്യമായിട്ട് നമ്മൾ എഴുതിയെടുത്ത് പഠിക്കേണ്ടതുണ്ട്. എങ്കിലും മാത്രമേ കൺവേർഷൻസ് അറിയുള്ളൂ. ഇതിൻ്റെ കൺവേർഷൻസ് എല്ലാം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ എഴുതാം. ആദ്യത്തെ കൺവേർഷൻ, മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടേക്ക് മാറ്റാൻ. മില്ലിമീറ്റർ സെൻറ്റിമീറ്റർ തമ്മിലുള്ള ബന്ധം എത്രയാ? 10 ആണല്ലോ. അപ്പോൾ മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടേക്ക് മാറ്റാൻ 10 കൊണ്ട് ഹരിക്കണം, ഡിവൈഡഡ് ബൈ 10 ആണ്. നേരെ തിരിച്ചും പഠിക്കുക.
സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ടേക്ക് മാറ്റാൻ നേരെ തലയിരിക്കണം. അപ്പൊ ഹരണത്തെ തലയിരിച്ചാൽ ഗുണനം ഇൻറ്റു 10 വേണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അടുത്ത കാര്യ മീറ്ററിന്റെ കേസ് എടുക്കാം. മീറ്ററും സെന്റിമീറ്ററും തമ്മിലുള്ള ബന്ധം എത്രയാ? 100ന്റെ ബന്ധമാണല്ലേ. അപ്പൊ മീറ്ററിനെ സെന്റിമീറ്ററിലോട്ടേക്ക് മാറ്റാൻ 100 കൊണ്ട് ഗുണിക്കണം. 100 കൊണ്ട് ഗുണിക്കണം. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ടേക്ക് മാറ്റാൻ 100 കൊണ്ട് ഹരിക്കണം. ക്ലിയർ ആണല്ലോ. ഇത് 2 എണ്ണം കൂടി പഠിക്കണം. 2 എണ്ണല്ല 4 എണ്ണം കൂടി വരും ടോട്ടല്. അടുത്ത ലിറ്ററും കിലോഗ്രാമും പഠിക്കാൻ എളുപ്പം. രണ്ടും തമ്മിലുള്ള ബന്ധം 1000. അപ്പൊ അങ്ങനെ പഠിച്ചാൽ മതി. ലിറ്ററിനെ മില്ലി ലിറ്ററിലോട്ടേക്ക് മാറ്റാൻ ഇൻറ്റു 1000. നേരെ തലയിരിച്ച് പറയാ. മില്ലി ലിറ്ററിനെ ലിറ്ററിലോട്ടേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 1000. ഓക്കെ ആണല്ലോ മക്കളെ. ഇനി ഒന്നും കൂടി പഠിക്കണം. കിലോഗ്രാമിനെ ഗ്രാമിലോട്ടേക്ക് മാറ്റാൻ ഇൻറ്റു 1000. ഗ്രാമിനെ കിലോഗ്രാമിലോട്ടേക്ക് മാറ്റാൻ മക്കളെ ഡിവൈഡഡ് ബൈ 1000. ഇത് കാലാകാലം നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഇത് നമ്മൾ ബൈഹാർട്ട് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതറിയില്ല എങ്കിൽ നമുക്ക് 6ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്ററിലെ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല, 7ാം ക്ലാസ്സിൽ തീരെ ചെയ്യാൻ പറ്റില്ല. മാഷ് ഇപ്പോൾ 7ാം ക്ലാസ്സിലെ കൂടുതൽ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് കൺവേർഷൻസ് അറിയില്ല. ബേസിക് കൺവേർഷൻസിൻ്റെ അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ ബുദ്ധിമുട്ടുണ്ട്. സോ ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. കൃത്യമായിട്ട് പറയുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ വരാറുള്ളൂ. ഇതെങ്ങനെയാണ് പഠിക്കാനൊരു എളുപ്പ വഴി നിങ്ങൾ നോക്കിയേ. ഇവിടെ നിങ്ങൾ നോക്കിയേ മക്കളെ. അതായത് മില്ലിമീറ്റർ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ, സെന്റിമീറ്റർ വലിയ ക്വാണ്ടിറ്റി അല്ലേ. അപ്പൊ ചെറിയ ക്വാണ്ടിറ്റിയിൽ നിന്ന് വലിയ ക്വാണ്ടിറ്റിയിലോട്ടേക്ക് മാറ്റുമ്പോൾ എപ്പോഴും ചിഹ്നം ഹരണമായിരിക്കും. നോക്കിക്കോ നിങ്ങൾ. ഇതാ സെന്റിമീറ്ററിനെ മീറ്ററിലോട്ടേക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ നിന്നും വലുതിലേക്ക് പോകുമ്പോൾ ഹരണമായിരിക്കും. പിന്നെ ഇതാ കിലോഗ്രാം അല്ല, അത് വലിയ ക്വാണ്ടിറ്റി. ഇതാ ഗ്രാമിന്റെ കേസ് എടുക്ക്. ചെറിയ ക്വാണ്ടിറ്റിയിൽ നിന്ന് വലിയ ക്വാണ്ടിറ്റിയിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഹരണമായിരിക്കും. ഇനി വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് പോകുന്നതെങ്കിൽ ഇതൊക്കെ സെന്റിമീറ്റർ വലുത്, മില്ലിമീറ്റർ ചെറുതാണ്. അപ്പൊ ചെറുതാകുമ്പോൾ എന്തായാലും കൂടണമെങ്കിൽ ഗുണനം നിർബന്ധമാണ്. കാരണം ഗുണിച്ചാൽ മാത്രമല്ലേ കൂടി വരുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾ നോക്കിയാൽ ലിറ്ററിന്ന് മില്ലി ലിറ്ററിലോട്ടേക്ക് പറയുമ്പോൾ ചെറുതാവുകയെ മില്ലി ലിറ്ററിലോട്ടേക്ക് വരുമ്പോഴേ. അപ്പൊ എന്തായാലും ഗുണനം വേണം. മില്ലി ലിറ്റർ കൂടി വരുമല്ലേ ചെയ്യാം. അതുകൊണ്ടാണ് പറയുന്നത് 1 ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. മില്ലി ലിറ്റർ ആയിരിക്കും എപ്പോഴും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവാം. ക്വാണ്ടിറ്റി വെച്ചാൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസമല്ല. ഞാൻ കുറച്ചും കൂടി എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണ്. ഇതേപോലെ കിലോഗ്രാം നോക്ക്. കിലോഗ്രാം ഗ്രാമിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഗുണനമായിരിക്കും. ഇത് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പഠിച്ചു വരുമ്പോഴും ഇതങ്ങ് ലെവലായിട്ട് സാധനം സെറ്റായിട്ട് നമ്മൾ അതിശക്തമായിട്ട് പഠിച്ച് സാധനം കയ്യിൽ സേഫ് ആക്കിയിട്ട് വേണം. അത്രേ ഉള്ളൂ. ഈ സാധനം ഉണ്ടല്ലോ, ഈ കൺവേർഷൻ്റെ പെട്ടി നിങ്ങളുടെ തലച്ചോറിൽ അറിഞ്ഞിരിക്കണം. കൃത്യമായിട്ട് കിലോ പേപ്പറിൽ എഴുതി പഠിക്കണമെങ്കിൽ എഴുതി പഠിക്കുക. ഒരു പ്രോബ്ലം കാണുമ്പോഴും കിട്ടണം. എന്തെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കിലോഗ്രാമിന് ഗ്രാമിലേക്ക് ആക്കണം. അപ്പോൾ കിലോഗ്രാം ടു ഗ്രാമിലേക്കല്ലേ, ചെറിയ ക്വാണ്ടിറ്റിയിലേക്കല്ലേ. അപ്പോൾ ഇൻറ്റു 1000 അങ്ങനെ മനസ്സിലേക്ക് വരണം. ആ രീതിയിലേക്ക് നമ്മൾ മൈൻഡ് പ്രിപ്പയർ ചെയ്യണം. സോ അതല്ലാണ്ട് വേറെ വഴികളൊന്നുമില്ല. യു ഹാവ് ടു പ്രാക്ടീസ് ഓൾ ദീസ് കൺവേർഷൻസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി ഈ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, ഏത് ക്വാണ്ടിറ്റീസ് മാഷ് എന്നാ കുറേ നേരം ക്വാണ്ടിറ്റീസ് പറയുന്നത്. ഇതാ ഈ 1000, ഈ 100, ഈ 10 ഇതിനൊക്കെ കൊണ്ടുള്ള ഡിവിഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇതാ ഇവിടെയെല്ലാം ഡിവിഷൻ വന്നിട്ടുണ്ട്. ഇതാ ഈ ഡിവിഷൻ എങ്ങനെ ചെയ്യും? ഇത് പഠിച്ചില്ലല്ലോ. അതാണ് ഇനി പഠിക്കാൻ പോകേണ്ടത്. അപ്പൊ അതാണ് ഈ വീഡിയോന്റെ രണ്ടാമത്തെ അടുത്ത സെക്ഷനിൽ ഞാൻ പറയാൻ പോകുന്നത്. 10 കൊണ്ട് എങ്ങനെ ഹരിക്കും, 100 കൊണ്ട് എങ്ങനെ ഹരിക്കും, 1000 കൊണ്ട് എങ്ങനെ ഹരിക്കും, 10000 കൊണ്ട് എങ്ങനെ ഹരിക്കും എന്നുള്ള ക്വാണ്ടിറ്റീസ് ആണ്. ഇവിടെ നോക്കിയാൽ മതി. ഇതെല്ലാം 10ന്റെ മൾട്ടിപ്പിൾ അല്ലേ, സീറോസ് മാത്രമല്ലേ കൂടുന്നുള്ളൂ. അപ്പൊ ഇത്തരം ഡിവിഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും? അത് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോയിന്റ് വരുന്ന നമ്പർ അല്ലേ, 2.3, 5.6 അങ്ങനെയുള്ള ഡെസിമൽ നമ്പേഴ്സുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് പഠിക്കാൻ പോകുന്നു എന്ന് പഠിക്കണം. മനസ്സിലായല്ലേ? വി ഹാവ് ടു ലേൺ ഫസ്റ്റ്. നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഇനി 10 കൊണ്ട് എങ്ങനെ ഹരിക്കുന്നു, 100 കൊണ്ട് എങ്ങനെ ഹരിക്കുന്നു, 1000 കൊണ്ട് എങ്ങനെ ഹരിക്കുന്നു, അതൊക്കെ ഡെസിമൽ നമ്പറുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. പഠിക്കാലോ? ഓക്കെ.
ഫസ്റ്റ് 10 ഓരോ നമ്പറായിട്ട് വേഗം വേഗം പഠിച്ചു പോകുക. പഠിച്ച സംഭവം എളുപ്പമാണേ, നമ്മൾ പൊന്നു പോലെ ഇരിക്കും. പഠിച്ചു കഴിഞ്ഞ് സാധനങ്ങൾ സേഫ് ആയിട്ട് കയ്യിലിരിക്കും. ഓക്കെ, 10 കൊണ്ട് എങ്ങനെ ഒരു നമ്പറിനെ ആയിരിക്കാം? 10 കൊണ്ട് എങ്ങനെ ഒരു നമ്പർ ആയിരിക്കും? ഉദാഹരണം എടുക്കാം, എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പഠിക്കുക. 5 ഹരിക്കണം 10, ഇത്രയും നോക്കണുള്ളൂ. 10ൽ എത്ര 0 ഉണ്ട്? 10ൽ ഒരു 0 ആണുള്ളത്. അപ്പൊ ഒരു ഡെസിമൽ ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ സംഖ്യ എഴുതുക. 5 എന്ന് പറയുന്ന സംഖ്യ എഴുതിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, 10 എന്ന് പറയുന്ന ഒരു ഡെസിമൽ അല്ലേ, അതൊരു കുട്ടിയായിട്ട് കൂട്ടുക. ഇപ്പോൾ ആ കുട്ടി ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക, ഇത് ഇവിടെയാണ് ആ കുട്ടി ഉള്ളത് എന്ന് വിചാരിക്കുക. ആ കുട്ടി 10 കൊണ്ടാ ഹരിക്കുന്നതെങ്കിൽ കുട്ടി നോക്കും, എത്ര കൊണ്ടാ ഹരിക്കുന്നത്? എന്നെ 10 കൊണ്ടാ ഹരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു തവണ ചാടിയാൽ മതി. ഹരിക്കൽ കണ്ടു കഴിഞ്ഞാൽ ഹരണമല്ലേ ഇത്? ഹരണം കണ്ടാൽ കുട്ടി എപ്പോഴും ഇടത് ഭാഗത്തോട്ടേക്ക് ചാടണം, ഇങ്ങോട്ടേക്ക് ചാടണം. അപ്പൊ ഗുണനം കണ്ടു കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് ചാടണം? വലതു ഭാഗത്തേക്ക് ചാടണം. ഇപ്പം ഗുണനം വേണ്ട, മാഷ് പഠിക്കേണ്ടിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ തൽക്കാലം ഹരണം മാത്രമേ വേണ്ടുള്ളൂ. അപ്പൊ ഈ കുട്ടി 5ന്റെ സൈഡിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പൊ ഈ കുട്ടി നോക്കും, എന്നെ എത്ര കൊണ്ടായിരിക്കുന്നത്? 10 കൊണ്ടായിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു തവണ ചാടണം. എങ്ങോട്ട് ചാടണം? ഇടത്തോട്ടേക്ക് ചാടണം. എന്നിട്ട് വേണം ഞാൻ പോയിന്റ് ഇടാൻ. ഇവിടെ പോയിന്റ് വരും. അപ്പൊ ആൻസർ എത്ര വരിക? 0.5 എന്ന് പറയുന്ന ആൻസർ വരും. 0.5 ഒരു ഭംഗിയില്ലല്ലോ. അപ്പൊ നമുക്ക് അതിന് 0.5 എന്ന് എഴുതാം. കാരണം പോയിന്റിന് മുന്നേ 0 ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ ആൻസർ എത്രയാണ്? 0.5. അടുത്ത എക്സാമ്പിൾ എടുക്കാം. ഇപ്പോ 2/10, 2/10. അപ്പൊ 2 ഇവിടെ ഇരിക്കുന്നുണ്ട്. 10 കൊണ്ടാ ഹരിക്കുന്നത്. എത്ര ഡെസിമൽ ആഡ് ചെയ്യണം? ഒരു ഡെസിമൽ ആഡ് ചെയ്യണം. അപ്പൊ ഇവൻ നോക്കും, ഇവിടെയല്ലേ കുട്ടികളെ, ഒരു തവണ ചാടിയാൽ മതി. അപ്പൊ പോയിന്റ് ഇവിടെ വരും, ഈ ഭാഗത്താണ് പോയിന്റ് വരിക. അപ്പൊ ആൻസർ എത്രയാണ്? 0.2. അതിന് കുറച്ചും കൂടി ഭംഗിയാക്കാൻ എന്ത് ചെയ്യണം? 0.2. അപ്പൊ കുറച്ചും കൂടി ഭംഗിയായില്ലേ? ഇത് വേറൊരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ വെച്ച് തന്നെ ചെയ്തു പഠിക്കുക, അപ്പൊ മാറിപ്പോവില്ല. 23/10. നിങ്ങൾ പറഞ്ഞേ, 23 ഇവിടെ സ്വന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കുട്ടി എവിടെയാ ഉണ്ടാവുക? ഈ ലാസ്റ്റ് ഉണ്ടാവുക. 10 കൊണ്ടാ ഹരിക്കുന്നത്. അപ്പൊ ഒരു തവണ ചാടിയാൽ മതി അല്ലേ? അപ്പൊ ഇവിടെ നിന്നുള്ള കുട്ടി ഒരു തവണ ഇങ്ങോട്ടേക്ക് ചാടി, എന്നിട്ട് ഡെസിമൽ ഇതാ ഇവിടെ ഇട്ടു അല്ലേ? അപ്പൊ ആൻസർ പറഞ്ഞോ 2.3. ആൻസർ എത്ര വരിക? 2.3. 10 കൊണ്ടുള്ള ഹരണം മനസ്സിലായോ? പിന്നെ 100 കൊണ്ട് ഹരിക്കുമ്പോഴും 1000 കൊണ്ട് ഹരിക്കുമ്പോഴും ഇതേപോലെയുള്ളൂ. എളുപ്പം പരിപാടി കഴിയും. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് 100ന്റെ കാര്യത്തിലേക്ക് പോവാം. എത്ര എടുക്കും നിങ്ങൾ പറഞ്ഞ? ഒരു 234/10. സംഖ്യ ആരാണ്? 234. 10 കൊണ്ടാ ഹരിക്കുന്നത്. അപ്പൊ എത്ര തവണ ചാടിയിട്ടുണ്ടാവും? ഒരു തവണ ചാടിയിട്ടുണ്ടാവും അല്ലെ? ഒരു ഡെസിമൽ ഇങ്ങോട്ടേക്ക് വരണം, ഇവിടെ വരണം. അപ്പൊ ആൻസർ എത്ര വരിക? 23.4 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ 10 കൊണ്ട് ഹരിക്കുമ്പോൾ കുട്ടി ഒരു തവണയെ ചാടണ്ടു. കാരണം എന്തുകൊണ്ടാ? 10ൽ ഒരു 0 മാത്രമേ ഉള്ളൂ. നിങ്ങളത് കണ്ട് പഠിക്കണം. 10ൽ ഒരു 0 മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, 100 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര തവണ ചാടണം? 100ൽ 2 0 ഉണ്ട്. അപ്പൊ നിങ്ങൾ 2 തവണ ചാടണം. ഓക്കെ, 100ലേക്ക് വരാം. 100 കൊണ്ടുള്ള ഹരണമാണ് ഇനി പറയുന്നത്. 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? 2 0 ഉണ്ട്. 2 0 ഉണ്ടെങ്കിൽ 2 ഡെസിമൽ ആഡ് ചെയ്യണം. എക്സാമ്പിൾ വെച്ച് എഴുതൊക്കെ. എല്ലാ എക്സാമ്പിൾ തന്നെ പഠിക്കുക. എല്ലാ പരീക്ഷയ്ക്ക് വരുന്ന പോലെ പഠിക്കുക. വേറെ രക്ഷയൊന്നുമില്ല. നോക്കിക്കോളൂ, 23/100. 23/100 ഏതാ സംഖ്യ? 23 ആണ്. അതിൽ എത്ര ഡെസിമൽ ആഡ് ചെയ്യണം? 100ൽ 2 0 അല്ലേ? അപ്പൊ 2 തവണ ചാടണം. 1 2. എന്നിട്ട് ഇവിടെ വേണം ഡെസിമൽ ആഡ് ചെയ്യാൻ. 2 തവണ ചാടി. അപ്പൊ ആൻസർ എത്ര വരിക? 0.23. ഈ ഡെസിമലിന് ശേഷം വരുന്ന നമ്പറുകളെ ഓരോ ഡിജിറ്റുകളായിട്ട് തന്നെ വായിക്കണം. ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 0.23 എന്നാണ്, അല്ലെങ്കിൽ 0.23 എന്ന് പറയില്ല. 0.23 എന്നേ പറയുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ ഇതിനൊരു ഭംഗിക്ക് എന്ത് ചെയ്യണം? 0 ആഡ് ചെയ്യണം. 0.23. ക്ലിയർ ആണല്ലോ മക്കളെ? അടുത്ത ഒരു ഉദാഹരണം എടുക്കാം. ഇപ്പൊ എന്താ പറയാ, 5/100. ആരാ നമ്പർ? 5. എത്ര ഡെസിമൽ ആഡ് ചെയ്യണം? 1 2. 2 0 ഉണ്ട്. അപ്പൊ 2 തവണ ചാടണം. ഒരു തവണ ചാടി, 2 തവണ ചാടിയിട്ട് വേണം ഡെസിമൽ ഇടാൻ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു കാലി സ്ഥലം വന്നില്ലേ? കാലി സ്ഥലം വന്നല്ല, അവിടെ 0 ഇടണം. വേറെ വഴികളൊന്നുമില്ല. അപ്പൊ ആൻസർ പറഞ്ഞു
0.05. ഒരു ഭംഗിക്ക് വേണ്ടി 0.05 എന്നാക്കാം. ക്ലിയർ ആണല്ലോ. വേറൊരു എക്സാമ്പിൾ നിങ്ങൾ തന്നെ പറ. എന്താ ഇപ്പം പറയാ? ഇപ്പോ 536 ഡിവൈഡഡ് ബൈ 1000. തൗസൻഡ് തന്നെയാണല്ലോ വായിൽ വരണേ. 100. ഓക്കെ, സംഖ്യ ആരാണ്? 500. അവിടെ എഴുതിയാൽ കാണില്ലല്ലേ, എൻ്റെ സ്ക്രീൻ എവിടെയാണ് വരുന്നതല്ലേ. ഓക്കെ, കുറച്ച് താഴെ എഴുതാം. 536 ഡിവൈഡഡ് ബൈ, ഇവിടെ കാണുമല്ലോ, കാണും 100. വീണ്ടും 1000 ആണല്ലോ. 1000 എനിക്ക് എന്താ ഇത്ര ആത്മബന്ധം മനസ്സിലാവണില്ലല്ലോ. ഓക്കെ, സംഖ്യ ആരാണ്? 536. 2 zeros ആണുള്ളത്. അപ്പൊ 2 തവണ ചാടണം. 1 ചാടി, 2 ചാടി, ഇവിടെ ഡെസിമൽ വരും. ആൻസർ പറഞ്ഞോ 5.36. 100 ആണെങ്കിൽ 2 തവണ ചാടണം. ഇങ്ങനെ ചാടി ചാടി പഠിച്ചാൽ മാർക്ക് ഇങ്ങനെ ചാടി ചാടി വരും. പഠിച്ചില്ല എങ്കിൽ മാർക്ക് ചാടി ചാടി മാർക്കിന്റെ പാട്ടിന് പോകും. അപ്പം അതുകൊണ്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ 10 കൊണ്ട് ഹരിച്ചപ്പോൾ 1 തവണ ചാടി, 100 കൊണ്ട് ഹരിച്ചപ്പോൾ 2 തവണ ചാടി. അപ്പൊ നിങ്ങൾ പറഞ്ഞോ 1000 കൊണ്ട് ഹരിച്ചപ്പോൾ 3 തവണ ചാടണം അല്ലേ. 3 ഡെസിമൽ ആഡ് ചെയ്യണം. അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ 5 ഡിവൈഡഡ് ബൈ 1000. 5 ഡിവൈഡ് ബൈ 1000 എന്താ ചെയ്യുക? നമ്പർ ആരാണ്? ഇവിടെ 5 ആണ് നമ്പർ. എത്ര തവണ ചാടണം? 1, 2, 3 തവണ ചാടണം. അപ്പൊ ചാടിക്കോ. 1, 2, 3 തവണ ചാടിയിട്ട് വേണം വലിയ ഡെസിമൽ ആഡ് ഇടണം. അപ്പൊ നിങ്ങൾ നോക്കിയേ, 2 കാല് സ്ഥലങ്ങൾ വന്നു. കാല് സ്ഥലങ്ങൾ വന്നാൽ അവിടെ 0 ഇടണം. ഓക്കെ, അപ്പൊ ആൻസർ എന്താ വരിക? 0.005 അല്ലേ. 005. എന്ത് ഭംഗിയുണ്ട് പഠിക്കാൻ, എന്തു ഭംഗി നിന്നെ കാണാൻ. അങ്ങനെ പാട്ടൊക്കെ. എനിവേ നോക്ക്, 6 ഡിവൈഡ് ബൈ 6 വേണ്ട, ഒരു 23 എടുക്കാം, 2 ഡിജിറ്റ് എടുക്കാം. 23 ഡിവൈഡഡ് ബൈ 1000. നിങ്ങൾ പറഞ്ഞോ നമ്പർ ആരാണ്? 23 ആണ്. എത്ര തവണ ചാടണം? 1, 2, 3 തവണ ചാടണം. 1, 2, 3 ചാടി. അവിടെ പോയിന്റ് ഇട്ടു. ഒരു കാല് സ്ഥലം വന്നു. കാല് സ്ഥലം വന്നാൽ അവിടെ 0 ഇടണം. ഓക്കെ, ആൻസർ പറഞ്ഞോ 0.023. ക്ലിയർ ആണല്ലോ. ഇനി എക്സാമ്പിൾ വേണോ? ഇനി എക്സാമ്പിൾ പറഞ്ഞുതരാം. 4326 ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, ഈക്വൽ ടു സംഖ്യ ആരാണ്? 4326 അല്ലല്ലോ, 5326 അല്ലേ. ഞാൻ ഇന്ന് കഴിച്ച പിട്ടിനെന്തോ കുഴപ്പമുണ്ടെന്നല്ലോ. 5326. എത്ര 0 ഉണ്ട്? 1, 2, 3 0 ഉണ്ട്. അപ്പൊ 3 തവണ ചാടണം അല്ലേ. 1, 2, 3 തവണ ചാടിയിട്ട് വേണം ഡെസിമൽ ഇടാൻ. പറഞ്ഞോ 5.326. ക്ലിയർ ആണല്ലോ. 1000 വരെ പൊതുവെ ചോദിക്കാറുള്ളൂ. ഒരു 10,000 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 10,000-ൽ എത്ര 0 ഉണ്ട് മക്കളെ? 4 0 ഉണ്ട്. അപ്പൊ 4 തവണ കുട്ടി ചാടണം, അത്രയേ ഉള്ളൂ. എന്നാൽ ഞാനൊരു വെറൈറ്റി ചോദ്യം ചോദിക്കട്ടെ. ഈ ചോദ്യം നിങ്ങൾ നോക്കിയേ. 53.26 ഡിവൈഡഡ് ബൈ 10. ഇതെങ്ങനെ ചെയ്യാം? 53.26 ഡിവൈഡഡ് ബൈ 10. ഒന്നും ചെയ്യാനില്ല, നമ്പർ ആഡ് ചെയ്ത് വെക്കും ആദ്യം. 53.26 എത്ര കൊണ്ടാ ഹരിക്കുന്നേ? 10 കൊണ്ട്. 10 കൊണ്ട് ഹരിച്ചാൽ ഡെസിമൽ എത്ര തവണ ചാടണം? 1 തവണ ചാടണം. അപ്പൊ ഇപ്പൊ ഇവിടെയല്ലേ നമ്മുടെ കുട്ടികളെ, അവിടെ നിന്ന് 1 തവണ ഇടത്തോട്ടേക്ക് ചാടണം. ഇതാ ഇവിടെ വരും. അപ്പൊ ആൻസർ പറഞ്ഞോ 5.326. പിന്നെ ഡെസിമൽ ഇല്ലല്ലോ, ഈ ഡെസിമൽ ഇങ്ങോട്ട് ചാടിയില്ലേ. 5.326. വേറെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. 25.2 ഡിവൈഡഡ് ബൈ 100. നോക്കാലോ ആരാ പറയുന്നതാണ്. 25.2 ഡിവൈഡഡ് ബൈ 100. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്പർ അങ്ങനെ തന്നെ എഴുതുക, 25.2. എന്നിട്ട് എത്ര തവണ ചാടണം നിങ്ങൾ നോക്കിയേ. 1, 2. 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 തവണ ചാടാനല്ലേ പഠിച്ചേ. അപ്പൊ ഇപ്പം മൂപ്പർ ഇവിടെയുള്ള, ഇവിടെ നിന്ന് 1 തവണ ചാടി, വീണ്ടും 1 തവണ കൂടി ചാടി, ഇവിടെ ഡെസിമൽ വരും അല്ലേ.
അപ്പൊ ആൻസർ എത്ര വരിക? 0.252. ഒരു ഭംഗിക്ക് എന്ത് ചെയ്യാം? 0 കൂടി ഇട്ട് കൊടുക്കാം. 0.252 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ പറയാനുള്ളത്. ഈ 10 കൊണ്ട് ഹരിക്കുമ്പോഴേ 1000 കൊണ്ട് ഹരിക്കുമ്പോഴേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കണേ. ഇനി ഗുണിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഗുണിക്കുമ്പോൾ പോയിന്റ് നേരെ ഓപ്പോസിറ്റോട്ട് ചാടണം, അത്രേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ, ഗുണനത്തിന്റെ ഒരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ അവിടെ മനസ്സിലാക്കി വെച്ചോ. 5.2 into 10 into 10 അല്ലേ വന്നത്? അപ്പൊ നിങ്ങൾ നോക്കിയേ, 5.2 അങ്ങനെ തന്നെ എഴുതണം. എന്നിട്ടോ ഗുണിക്കലായതുകൊണ്ട് ഡെസിമൽ ഇങ്ങോട്ടേക്ക് ചാടണം അല്ലേ? ഈ സൈഡിലോട്ടേക്കാ ചാടണ്ടേ. അപ്പൊ നിങ്ങൾ നോക്കി, ഇപ്പൊ ഇവിടെ ഡെസിമൽ ഉള്ള 10 കൊണ്ടാണ് ഗുണിക്കുന്നത്. അപ്പൊ ഒരു തവണ ചാടിയാൽ മതി. ടൈം ഇതാ ഇവിടെ വന്നു. അപ്പൊ ആൻസർ എത്ര വരിക? 5.52 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. 52 പോയിന്റ് ഇവിടെ ഉള്ളത് കൊണ്ട് 0.0 എന്ന് എഴുതിയാൽ തെറ്റില്ല. 0.0 എന്ന് എഴുതാം. പക്ഷെ ഉത്തരം എന്ത് തന്നെയാണ്? 52 തന്നെയാണ്. വേറെ എക്സാമ്പിൾ എടുക്കാം. 53.256 into 100 എങ്ങനെയാ വരിക? ഇത് കൂടുതൽ അധികം ആലോചിക്കൊന്നും വേണ്ട. നിങ്ങൾ നോക്കിയേ, ഗുണിക്കലാണ്. അപ്പൊ ഡെസിമൽ ഇങ്ങോട്ടേക്ക് ചാടണം, നമ്മുടെ വലതു ഭാഗത്തേക്ക് ചാടണം. എത്ര തവണ ചാടണം? 100 കൊണ്ടാണ് ഗുണിക്കുന്നത്. അപ്പൊ 2 തവണ ചാടണം. അപ്പൊ ആൻസർ പറഞ്ഞോ? 53.256. 100നെ കൊണ്ടാണ് ഗുണിക്കുന്നത്. അപ്പൊ 2 തവണ ചാടണം അല്ലേ? ടൈം ഇവിടെ വരും. അപ്പൊ എത്ര ആൻസർ വരിക? 5325.6 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഞാൻ അതിന്റെ പേര് അഡീഷണലി ഒരു ബോണസ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഗുണനത്തിന്റെ കാര്യം. അപ്പൊ അത് നമുക്ക് പഠിക്കാം. ഇത് മനസ്സിലാക്കി വെക്കുക. ഗുണിക്കുമ്പോൾ ഡെസിമൽ വലതുഭാഗത്തേക്ക് നീങ്ങുന്നു, ഹരിക്കുമ്പോൾ ഡെസിമൽ ഇടതുഭാഗത്തേക്ക് ചാടുന്നു. ആ കുട്ടിന്റെ കാര്യം ആലോചിച്ചാൽ മതി. ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. ആ കുട്ടി ഗുണനം കണ്ടു കഴിഞ്ഞാൽ വലതു ഭാഗത്തോട്ട് ചാടും, ഹരണം കണ്ടു കഴിഞ്ഞാൽ ഇടതു ഭാഗത്തോട്ടേക്ക് ചാടും. എന്ത് കുട്ടിയല്ലേ അത്? വല്ലാത്തൊരു കുട്ടി തന്നെ. എത്ര തവണ ചാടണം എന്നെങ്ങനെ തീരുമാനിക്കുക? 10 കൊണ്ടാ ഗുണിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ 10 കൊണ്ടാ ഹരിക്കുന്നതെങ്കിൽ ഒരു തവണ ചാടിയാൽ മതി. കാരണം 10ൽ ഒരു പൂജ്യമേ ഉള്ളൂ. 100 കൊണ്ടാ ഗുണിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഹരിക്കുന്നതെങ്കിൽ 2 തവണ ചാടണം. കാരണം 100ൽ 2 പൂജ്യമുണ്ട്. 1000 കൊണ്ടാണെങ്കിലോ മക്കളെ 3 തവണ ചാടണം. ക്ലിയർ ആണല്ലോ? ഇത് നല്ലൊരു ടോപ്പിക്കാണ്. ഇത് പഠിച്ചാണ്ടല്ലോ മക്കളെ കാര്യം മാർക്കിങ് സേഫ് ആയിട്ട് കയ്യിലിരിക്കും. കാരണം ഒരുപാട് കൺവേർഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ടേബിൾസും കാര്യങ്ങളും പഠിക്കാനുണ്ട്. നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഇനി ക്ലിയർ ചെയ്യാനുണ്ട്. ഈ എടുത്ത ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാം? വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ കൂടുതലായിട്ട് ആ ചാപ്റ്ററിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ശരി, താങ്ക് യു.